മാസ്റ്റർ. അശ്വക എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഞാൻ സുഖവിമുക്തനാണ്. ടീച്ച് ലൈക്ക് ഫിൻലാൻഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം ടിമോത്തി ഡി വാക്കർ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആരുടെ കൃതിയാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. സുജനനന്ദിനി എന്ന പത്രത്തിന്റെ സ്ഥാപകനാര്? ഉത്തരം പരവൂർ കേശവനാശാൻ. സെർജി കര്യാകിൻ, ഫാബിയാനോ കരുവാന എന്നിവർ ഏതു കായിക ഇനത്തിലാണ് ശ്രദ്ധേയരായത്? ഉത്തരം ചെസ്. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം മേരി പുന്നൻ ലൂക്കോസ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ഇറാഖുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം? ഉത്തരം ഇറാൻ. റിസോൾഡ്, യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ് എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ബാൻ കി മൂൺ. ബെൽജിയത്തിന്റെ തലസ്ഥാനം? ഉത്തരം ബ്രസൽസ്. പാലിയം സത്യാഗ്രഹത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഉത്തരം സി കേശവൻ. കേരളത്തിലെ മുന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷന്റെ പേര്? ഉത്തരം സമുന്നതി. ഖത്തർ ലോകകപ്പിന്റെ ഉദ്ഘാടന വേദി? ഉത്തരം അൽബെയ്ത്ത് സ്റ്റേഡിയം. ചൈനയുടെ മാറ്റത്തിനായി ആര് അവതരിപ്പിച്ച പരിപാടിയാണ് 3 തത്വങ്ങൾ അഥവാ സാൻ മിൻ ജൂയി? ഉത്തരം സൺ യാറ്റ് സെൻ. സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് ആരംഭിച്ച സ്ഥാപനം? ഉത്തരം UNFPA. 8 ബില്യൺ ലൈവ്സ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്ന തലക്കെട്ടിൽ ലോക ജനസംഖ്യാ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ നിധി അടുത്തിടെ പുറത്തിറക്കി. UNFPA പുറത്തുവിട്ട ഈ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ ജനസംഖ്യയെ മറികടന്ന് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. തിരഞ്ഞെടുപ്പിന് നാട്ടിലെത്താൻ കഴിയാത്ത ഇതര സംസ്ഥാനക്കാർക്കായി പരിഗണിക്കുന്ന വോട്ടിംഗ് സംവിധാനം? ഉത്തരം റിമോട്ട് വോട്ട്. കൊല്ലത്തെ തങ്കശ്ശേരി കോട്ട ആര് നിർമ്മിച്ചതാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഐക്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ഉത്തരം കുതിര. റൊമാനിയയുടെ കറൻസി? ഉത്തരം ലെയു. പാരീസ് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം സീൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.